ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്റെ അഭിപ്രായത്തില് MI ഷാനവാസിന്റെ അഭിപ്രായത്തില് ഹൈന്ദവ സമുദായമാണ് അതിൻ്റെ അകത്ത് അഭിപ്രായം പറയേണ്ടത്. ഒരുപാട് ഹൈന്ദവ സ്ത്രീകൾ പെറ്റീഷൻ കൊടുത്തു. അതിനർത്ഥം ഹൈന്ദവ സ്ത്രീകൾ മുഴുവൻ ഇതിന് അനുകൂലമാണോ? ഹൈന്ദവർ മുഴുവൻ അനുകൂലമാണോ? മുസ്ലിം സംഘടനകളുടെ പേര് പറഞ്ഞ് സോ കോൾഡ് സ്യൂഡോ സെക്യുലറിസ്റ്റുകൾ കോടതികളിൽ പോകാറുണ്ട്. കോടതികളിൽ പോകുന്നതിന് മുഴുവൻ ഈ സമുദായം ഉത്തരം പറയാൻ പറ്റുമോ? ഞാനതല്ലേ വളരെ ആധികാരികമായിട്ട് പറഞ്ഞത്. ഇസ്ലാമിന്റെ എല്ലാ വിഭാഗങ്ങളെയും ഒരുമിപ്പിക്കാൻ സാധിച്ച ഒരു നീക്കമാണ്. പിന്നെ നിങ്ങൾക്കറിയാമോ ഈ ലോ കമ്മീഷൻ ഒറ്റ മുസ്ലിം ഉണ്ടോ അതിനകത്ത്? ലോ കമ്മീഷൻ RSSകാരില്ലേ, ABVPക്കാരില്ലേ? ഗുജറാത്തിലെ ആ മന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞത്, ഒരു വനിതാ മന്ത്രിക്കെതിരായിട്ടുള്ള കേസിൽ വളരെ മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇന്നും അന്വേഷിക്കുന്ന ജസ്റ്റിസ് ഇതിന്റെ അകത്ത് ഗുജറാത്തിലെ റിട്ടയർ ചെയ്ത ജഡ്ജി. ഇത് ആര് വിശ്വസിക്കാൻ ഇവരെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുകയാണ് വേണത്. അല്ലാതെ ഏതെങ്കിലും സ്ത്രീകൾ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, സുപ്രീം കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു, അത് മുസ്ലിങ്ങളുടെ അഭിപ്രായമല്ലേ എന്ന് പറയുന്നത് യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല. മുസ്ലിം സമുദായ ഖുർആനിൽ വിശ്വസിക്കുന്നവർ, പ്രവാചകനിൽ വിശ്വസിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ അഭിപ്രായമേ ഉള്ളൂ, ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതൊരു നിയമപ്രശ്നമല്ല, ഇത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ അരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിനെ നിയമപ്രശ്നം എന്ന സാങ്കേതികത്വത്തിൽ മാത്രം നിന്നുകൊണ്ട് സമീപിക്കുകയാണ് എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ദുരുദ്ദേശങ്ങളും നീതീകരിക്കപ്പെടും. അതാണ് ആശങ്ക. അല്ല, ഇവിടെ ശ്രീ MI ഷാനവാസ് ഉന്നയിച്ചത് യുക്തിസഹമല്ലാത്ത ചില കാര്യങ്ങളാണ്. മുത്തലാഖിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെയോ ന്യായീകരിക്കുന്നതിന്, നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് MI ഷാനവാസ് ഉന്നയിച്ച ന്യായീകരണങ്ങളും കാരണങ്ങളും മതിയാകാതെ വരും. അദ്ദേഹം അല്ലാതെ അരക്ഷിതാവസ്ഥ തുടങ്ങിയ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. ഇത് അങ്ങനെ ബന്ധപ്പെടുത്തി ആലോചിക്കേണ്ട ഒരു വിഷയമേ അല്ല. ഇതിൽ മതപരമായ കാര്യങ്ങളുണ്ട്, നിയമപരമായ കാര്യങ്ങളുണ്ട്, സാമൂഹികമായ വശങ്ങളുമുണ്ട്. എല്ലാ മതങ്ങളുടെയും പലതരത്തിലുള്ള ആചാരങ്ങൾ നിയമം മൂലം നിരോധിക്കുകയും ഒരു പുതിയ സാമൂഹികാവസ്ഥയിലേക്ക് മനുഷ്യരെ അല്ലെങ്കിൽ സമൂഹത്തെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുത്തലാഖിൻ്റെ കാര്യം പറയുന്നത് പോലെ തന്നെ ഒരു സജീവമായ വിഷയമായിരുന്നു, വൈകാരികവും മതപരമായ വിഷയമായിരുന്നു ഹിന്ദുക്കൾക്ക് സതി. ആ സതി ഇപ്പോൾ ഇവിടെ, ആ സതി ബ്രിട്ടീഷുകാരനായ ഒരു ഗവർണർ ഓർഡിനൻസ് മൂലം അത് നിരോധിച്ചു. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. അതുപോലെ എത്രയോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിരോധിച്ച കാര്യം ഇന്ത്യയിൽ അവരുടെ അരക്ഷിതാവസ്ഥ പ്രമാണിച്ച് നിലനിർത്തണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. മുസ്ലിമിനെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമറിയോ അല്ലെങ്കിൽ മതപരമോ ഖുറാനിക്കോ ആയ വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. വിവാഹം ആ രീതി നടക്കണം. ക്രിസ്ത്യാനികൾക്ക് വിവാഹം ഒരു സാക്രമെൻ്റാണ്, ആശീർവദിക്കപ്പെടുന്ന ഒരു കൂദാശയാണ്. മുസ്ലിങ്ങൾക്ക് അതൊരു കരാറാണ്. ഒരു കരാറിൽ ഏർപ്പെട്ട ഒരു സ്ത്രീയെ ഇപ്രകാരം മൊബൈൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ മുസ്ലിം സമുദായത്തിന് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന അരക്ഷിതാവസ്ഥ ചൂണ്ടിക്കാണിച്ച് ന്യായീകരിക്കാൻ ഷാനവാസിനെ പോലുള്ള ജനപ്രതിനിധികൾ പരിശ്രമിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഞാൻ തിരികെ എത്താം. ഇപ്പോൾ മന്ത്രി ശ്രീ KT ജലീൽ, ശ്രീമതി VP സുഹറ എന്നിവർ ടെലിഫോൺ ലൈനിൽ. മന്ത്രിയിലേക്ക് വരുന്നതിന് മുൻപ് ഒരല്പനേരം അധികമായി കാത്തിരിക്കുന്നതുകൊണ്ട് VP സുഹറയിലേക്ക് ആദ്യം. ശ്രീമതി VP സുഹറ, ഇത് അരക്ഷിതമാക്കുന്നില്ല സ്ത്രീകളെ എന്നാണ് ശ്രീ MI ഷാനവാസ് പറയുന്നത്. മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കാം, പക്ഷേ അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന എത്ര സ്ത്രീകളെ കേരളത്തിൽ കാണിച്ചു തരാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തുന്നു എന്ന് പറയുന്ന സർക്കാരുമായി നേരിട്ട് രാഷ്ട്രീയമായി ബന്ധമില്ല എന്നും സമ്മർദ്ദത്തിന് വിധേയമല്ല എന്നും കേന്ദ്രമന്ത്രിമാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോ കമ്മീഷനിൽ മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടോ എന്നും ശ്രീ MI ഷാനവാസ് ചോദിക്കുന്നു. മുത്തലാഖിൽ തുടങ്ങുകയാണ്, എത്താൻ പോകുന്നത് ഏകീകൃത സിവിൽ കോഡിലേക്കുമാണ്. ഈ പൊതു ആശങ്കയുടെ പരിസരത്തിൽ നിന്നുകൊണ്ട് ഈ മുത്തലാഖ് ചർച്ചയെ ശ്രീമതി VP സുഹറ എങ്ങനെ സമീപിക്കും? ഇത് ഭരണഘടന അനുവദിക്കുന്ന ലിംഗസമത്വത്തിനെതിരാണ്. ഈ മുത്തലാഖ് എന്ന് പറയുന്ന സംഭവം സ്ത്രീ വിരുദ്ധമാണ്, ഇസ്ലാം വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതിന് യാതൊരു സംശയവുമില്ല.
കാരണം ഒരു പുരുഷൻ ഒരു വീട്ടിൽ നിന്ന് മുത്തലാഖ് ചൊല്ലി അവനെ ഒഴിവാക്കാം. മറിച്ച് സ്ത്രീ 3 കോടതികളിൽ കയറണം. ഇതുമായി ബന്ധപ്പെട്ട 3 കോടതികളിൽ കയറി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് നീതി ലഭിക്കൂ. എന്നാലും നീതി ലഭിക്കുന്നില്ല. ഇത് പുരുഷാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. ഇവിടെയുള്ള പുരുഷന്മാരൊക്കെ എപ്പോഴും ഇത് സ്ത്രീകളെ 2ാം കിട പൗരന്മാരായി കണ്ടുകൊണ്ട് എപ്പോഴും ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം സ്ത്രീയെ വേണ്ടാന്ന് തോന്നുമ്പോൾ അപ്പം തന്നെ ഒഴിവാക്കാമെന്നുള്ള ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഷാനവാസ് സാർ പറഞ്ഞ സംഗതികൾ ഒന്നും തന്നെ പ്രായോഗികമല്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ സ്ത്രീ പക്ഷത്ത് നിന്ന് കാണുമ്പോൾ മാത്രമേ അതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അജണ്ടകളുണ്ട്. പക്ഷെ ആ അജണ്ടകളെല്ലാം തന്നെ നടത്തണമെന്നില്ല, നടത്തുകയും ചെയ്യാം, നടക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷെ ഈ വ്യക്തി നിയമവും ഏകീകൃത സിവിൽ കോഡും ഒക്കെ BJPയുടെ അജണ്ടയായി തീർക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇത് നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയമമാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ നിയമം നമ്മൾ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അതിലൊരു വിഭാഗത്തിൽ പെട്ടുപോയി എന്നതുകൊണ്ട് മാത്രം നമ്മളെ മാറ്റി നിർത്തുകയും നിരന്തരമായി ഇത്തരം ക്രൂരമായ നിയമങ്ങൾ ഇവിടെ നിലനിർത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും തന്നെ അത് അംഗീകരിക്കാനാവില്ല. ഒരു കാര്യം പറയാം, എല്ലാ വ്യക്തി നിയമങ്ങളും സ്ത്രീവിരുദ്ധമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വിവേചനം അനുഭവിക്കുന്ന ഒരു നിയമമാണ് മുസ്ലിം വ്യക്തി നിയമം. അതിനെ തൊട്ടുകൂടാ എന്ന് പറഞ്ഞ് എല്ലാ പേഴ്സണൽ ലോ ബോർഡ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ നിന്ന് പിന്മാറുന്നത് അവരുടെ പുരുഷന്മാരുടെ ആശയങ്ങൾ നിലനിർത്താനും മതാധിപത്യത്തിന്റെ പേരിൽ സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയുമാണ്. മതത്തിന്റെ പേരിൽ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇത് മതത്തിന്റെ മറവിൽ ഇതിന്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ രാഷ്ട്രീയമാണ് ഇതിലുള്ളത് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. ശ്രീമതി വി പി സോറ, ഇപ്പോൾ താങ്കൾ അറബി കല്യാണത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയുണ്ടായി, അതിനെ പ്രതിരോധിക്കുകയുണ്ടായി, ഒരളവിൽ അതിനെ അവസാനിപ്പിക്കാനും കഴിഞ്ഞു. ഇവിടെ ശ്രീ എം എ ഷാനവാസ് ചൂണ്ടിക്കാട്ടുന്ന പ്രസക്തമായ ചോദ്യം, മുത്തലാഖ് ചൊല്ലി അശരണരായി പോകുന്ന എത്ര സ്ത്രീകളെ ശ്രീമതി വി പി സുഹറയ്ക്ക് നേരിട്ടറിയാം? എത്ര സ്ത്രീകളുടെ ഈ അശരണത്വത്തെ പരിഹരിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം കേരളത്തിൽ താങ്കൾക്കടക്കമുണ്ടായി? ഉണ്ടായോ? ഉണ്ടായി. ധാരാളം കേസുകൾ. ഇന്ന് ഏതെങ്കിലും ഒരു കോർട്ടിൽ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഞങ്ങളുടെ അടുത്ത് വന്ന ധാരാളം കേസുകളുണ്ട്. ഇനിയിപ്പോ അന്വേഷണയിൽ പോയി നോക്കിയാൽ അതിന്റെ അടുത്ത കേസുകളിൽ മിക്കവാറും മുസ്ലിം സ്ത്രീകളുടെ കേസാണ്. ഞാൻ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ പൊതുരംഗത്ത് ഇറങ്ങിയ സമയത്ത് ഞാൻ കണ്ട ഭീകരമായ സംഭവം നമ്മുടെ മുസ്ലിം സ്ത്രീകളുടെ പെൺകുട്ടികളുടെ കാര്യങ്ങളാണ്. അന്ന് മുതലാണ് ഞാൻ നിസ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത്രയും ഭീകരമായ ഒരു കാര്യമാണ് കണ്ടത്. പിഞ്ചു കുഞ്ഞുങ്ങളുമായി തെരുവിലെറിയപ്പെടുന്ന നിയമം ഇതാണോ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നത്? ശരി, ശ്രീ എം എ ഷാനവാസ് അതിന് മറുപടി പറയട്ടെ. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ KT ജലീൽ, ശ്രീ എം എ ഷാനവാസ് പറയുകയായിരുന്നു, താങ്കൾ ഇന്ന് പ്രതികരിക്കുകയുണ്ടായി മുത്തലാഖിനെതിരെ. ഒരർത്ഥത്തിൽ സംഘപരിവാറിന്റെ ഭാഷയാണ് താങ്കളുടേതുമെന്നാണ് അദ്ദേഹം സംശയിക്കുന്നത് എന്ന് മാത്രമല്ല, ഏകീകൃത സിവിൽ കോഡിലേക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നതിന് തുല്യമാണ് ഈ അനുകൂല നിലപാട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. താങ്കളുടെ പ്രതികരണം? കേരളത്തിലെ മുസ്ലിം സംഘടനകൾ, സാമുദായിക സംഘടനകൾ, അവരുടെ നേതാക്കന്മാരിൽ വരെ ഇതേക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ഡോക്ടർ ഹുസൈൻ മടവൂര് കേരളത്തിലെ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ നേതാവാണ്. അദ്ദേഹം തന്നെ മുത്തലാഖ് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു. തലാഖ് എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞത് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ അള്ളാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെടാത്ത കാര്യമാണ് വിവാഹമോചനം എന്നാണ്. അള്ളാഹു അനുവദിച്ച കാര്യങ്ങളിൽ ഏറ്റവും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് വിവാഹമോചനം. വിവാഹമോചനം 1 തവണ 2 തവണ 3 തവണ അതാക്കുന്നത് തന്നെ അക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ഇത് ചെയ്യുന്നയാൾക്ക് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ടം തോന്നി ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്താൻ ഒരാൾക്ക് തോന്നിയാൽ 1ാമത്തെ വിവാഹമോചനം നടത്താം. എങ്കിലും അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. ആ ജീവിക്കുന്ന കാലയളവിൽ തെറ്റുകുറ്റങ്ങൾ പുറത്ത് ഒരുമിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിൽ അങ്ങനെ പോകട്ടെ എന്നാണ് കരുതുന്നത്. അതാണ് ഇതിന്റെ സ്പിരിറ്റ്. ആക്ച്വലി വിവാഹമോചനം വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രം നടത്തേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സ്പിരിറ്റിനെതിരാണ് മുത്തലാഖ്.
അതുകൊണ്ടാണ് അത് ഇസ്ലാമിക വിരുദ്ധം മാത്രമല്ല മനുഷ്യത്വ വിരുദ്ധവുമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. പക്ഷേ ഇതിന്റെ മറവിൽ ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഒരു നിലത്തും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മുത്തലാഖിന്റെ കാര്യത്തിൽ മുസ്ലിം സംഘടനകൾക്ക് ഒരു ഏകാഭിപ്രായത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മുമ്പൊക്കെ തന്നെ ഇതുപോലെ പല കാര്യങ്ങളിലും വിരുദ്ധമാണ് എന്ന് കരുതിയിരുന്ന കാര്യങ്ങളിൽ, മതസംഘടനകൾ എതിർത്തിരുന്ന കാര്യങ്ങളിൽ ആ മതസംഘടനകൾക്ക് നിലപാടുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്, പാർട്ടികൾക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണം, നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായി. അവസാനം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ നേതാക്കന്മാർ, ഡോക്ടർ മുനീർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിളക്ക് കൊളുത്തുന്ന സാഹചര്യമുണ്ടായി. നിഷിദ്ധമാണ് എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം എങ്ങനെയാണ് പിന്നീട് അനുവദനീയമാകുന്നത്? മുത്തലാഖിന്റെ വിഷയത്തിലും മുസ്ലിം സംഘടനകൾക്ക് പുതിയ സാഹചര്യത്തിൽ ഒരു ഏകാഭിപ്രായത്തിൽ എത്തിച്ചേരേണ്ടി വരും. ഇതിന്റെ മറപിടിച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുവാനുള്ള നീക്കങ്ങളെ ശക്തിയുക്തം നമുക്ക് എതിർക്കേണ്ടതുണ്ട്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് അപ്രായോഗികമാണെന്ന് പലരും ഇതിനകം അഭിപ്രായപ്പെട്ട് കഴിഞ്ഞതാണ്. പക്ഷേ ശ്രീ കെ ടി ജലീൽ, അങ്ങേക്ക് അറിവുള്ളതുപോലെ ഈ ഷബാനു കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രീം കോടതി പ്രാഥമികമായി ഇതൊരു ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുകയാണ്, വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടല്ല എന്നൊക്കെ വേർതിരിച്ച് കണ്ടെങ്കിലും ആ വിധിന്യായത്തിൽ പറയുന്നത് ഓരോ വ്യക്തികളുടെയും ഇത്തരം അനീതികൾ കോടതി അതത് ഘട്ടങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കുകയല്ല വേണ്ടത്, ശാശ്വതമായ പരിഹാരം വേണ്ടതുണ്ട്. അതുകൊണ്ട് മൃതപ്രായമായി നിൽക്കുന്ന ഭരണഘടനയിലെ 44-ാം അനുച്ഛേദം സജീവമാക്കണം. അങ്ങ് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ചൂണ്ടുപലക ഏകീകൃത സിവിൽ കോഡിലേക്കാണ് ശ്രീ ജലീൽ. പക്ഷെ മുത്തലാഖിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ മറവിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റ് ആയാലും ആരായാലും നടത്തുന്നത് ശരിയായിട്ടുള്ള ഒരു നടപടിയല്ല. ഒന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീ എം ഐ ഷാനവാസ്, 2 ചെറിയ ചോദ്യങ്ങൾ, അതിന് ചെറിയ ഉത്തരങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നതിന് ശേഷം എനിക്ക് അമീത് ചെന്നമംഗലൂരിലേക്ക് പോകണം. ശ്രീ എം ഐ ഷാനവാസ്, 1, ശ്രീമതി വി പി സുഹറ പറയുകയാണ്, ധാരാളം ഇതുപോലെ അശരണരായ കുട്ടികളുള്ള സ്ത്രീകളെ അവർക്കറിയും എന്ന്. 1. 2, അങ്ങ് പറയുകയുണ്ടായി ലോ കമ്മീഷനിൽ ഒരു പ്രാതിനിധ്യവുമില്ല, മുസ്ലിം പ്രാതിനിധ്യമില്ല എന്ന്. ഈ ലോ കമ്മീഷന്റെ ചോദ്യാവലിയെ ബഹിഷ്കരിക്കുന്നത് പേഴ്സണൽ ലോ ബോർഡാണ്. പേഴ്സണൽ ലോ ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യമുണ്ടോ സർ? പേഴ്സണൽ ബോർഡ് ഏതെങ്കിലും ഒരു ഇലക്റ്റഡ് ബോഡിയാണോ സർ? അതിൽ പ്രധാനികളായി ഇരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പാണ്ഡിത്യമുണ്ടോ സർ? വേണു, ഈ പറയുന്ന പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചത് പേഴ്സണൽ ലോ ബോർഡുണ്ട്, അതവിടെ നിൽക്കട്ടെ. ആദ്യം ഞാൻ പറയുന്നു ലോ കമ്മീഷന്റെ കാര്യം. ലോ കമ്മീഷന്റെ കാര്യത്തിൽ ഒരു RSSന്റെ ഒരു ടൂളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ സമയം ഞാൻ എടുക്കുന്നില്ല. പിന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കാലത്ത് എനിക്കില്ല. ഞാൻ പറഞ്ഞത് ആ ടെലിഫോൺ ലൈൻ തരാറുണ്ട്. വേഗം ഞാൻ ഒരിക്കൽ കൂടി താങ്കളെ നേരിട്ട്